തിരിച്ച് കാണിക്കുന്നോ? ഒരു ഇവരാണ് എനിക്ക് കാർഡ് എടുത്ത് തന്നെ കേട്ടോ. ഓക്കെ, ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഓരോന്ന് ഇങ്ങനെയായിട്ട് മാറ്റാം. ഓക്കെ കേട്ടോ, അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റും, കിടന്നുറങ്ങാൻ പറ്റും. ഒരു വൈകുന്നേരം ഞാൻ നല്ലോണം ഒന്ന് കിടന്നുറങ്ങി. രാത്രി ഒന്ന് ഫുഡ് കഴിക്കാൻ വന്നാട്ടോ. ഇതെന്ത് ഫുഡാന്ന് എനിക്ക് അറിഞ്ഞൂടെ, പഠിച്ചോന്നറിയാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം കറക്റ്റ് നമ്മുടെ ഒരു കേരളം പോലെ തന്നെ. കാര്യം കുറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ഏകദേശം ഒരു കേരളം പോലെ തന്നെയാണ്. എനിക്കത് കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാം ഉള്ളത് 11:15 കേട്ടോ സിറ്റിയിലേക്ക്. അപ്പോൾ അതുവരെ എയർപോർട്ടിൽ ഇങ്ങനെ നിൽക്കുക. 11:15 11:45. ഇപ്പോൾ 11:15 ആയിട്ടേ ഉള്ളൂ. 1/2 മണിക്കൂർ കൂടുന്നേരാണ് ബസ്സുള്ളത്. എന്തായാലും വെയിറ്റ്. ബസ് നല്ല വൈബാട്ടോ. നമുക്ക് നല്ലോണം ഒരു കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഡ്രൈവർ സൈഡൊക്കെ സെയിം തന്നെ, നമ്മുടെ നാട്ടിലെ സെയിം സൈഡ് തന്നെ. കാര്യം ബ്രിട്ടീഷുകാർ കയറി ഇറങ്ങിയ ഒരു സ്ഥലമാണ് ഇന്തോനേഷ്യയും. അപ്പോൾ ഡ്രൈവിംഗ് സൈഡൊക്കെ ഓക്കെയാണ്. നമ്മളങ്ങനെ ലക്ഷ്യസ്ഥാനത്തെത്തിട്ടോ, ഇന്തോനേഷ്യയിലെത്തി. പക്ഷേ 2 കൺട്രി മിസ്സായിപ്പോയി, മ്യാൻമറും അതുപോലെ സിംഗപ്പൂരും. അവിടെ പോയിട്ടില്ല. സിംഗപ്പൂർ നമ്മൾ തിരിച്ചു പോകുന്നേരം പോകും, പക്ഷേ മ്യാൻമറൊക്കെ ഇതുവരെ പോയില്ല. എന്തെങ്കിലും ചെയ്യണം. നല്ല അടിപൊളി വൃത്തിയുള്ള സ്ഥലം കേട്ടോ. കേരളത്തിലൊരു വൃത്തിയുള്ള സ്ഥലം പോലെ തോന്നുന്നു. ഇപ്പോൾ ഇത് ജക്കാർത്ത സെൻട്രലാട്ടോ. ആ പ്രതിമ കണ്ടോ, അതാണ് പാറ്റോങ് പമുഡ, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഞാനും ഫസ്റ്റ് ടൈം കേൾക്കുകയാണെങ്കിൽ വലിയ പിടുത്തല്ല. അപ്പോൾ എന്തായാലും നമ്മൾ എത്തി. ഇനിയിപ്പോൾ ബസ് കയറി കണ്ട് ഹോസ്റ്റലിലേക്ക് പോകണം. അപ്പോൾ അത് നോക്കട്ടെ. ബസ് സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. മൂപ്പര് കുറച്ച് അപ്പുറം കൊണ്ടുപോയി നിർത്തി, 1 കിലോമീറ്റർ അപ്പുറം കൊണ്ടുപോയി നിർത്തി. ഇടങ്ങേറാകും. മക്കളെ, ജക്കാർത്ത വിചാരിച്ച പോലെ അല്ല. എയർപോർട്ടിൽ നിന്ന് മാത്രമേ ചെറുതായിട്ടൊന്ന് എന്താ പറയുക ബാഡ് ഇംപ്രഷൻ വന്നില്ലോ. പക്ഷേ സിറ്റിയിലെത്തിയപ്പോൾ ഓക്കെ ആട്ടോ, പെർഫെക്റ്റാണ്. ടിക്കറ്റ് മാത്രമായിട്ട് കിട്ടൂല കേട്ടോ. ഞാനെ കൊണ്ടൊരു കാർഡ് എടുത്താണ് ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. തിരിച്ച് കാണിക്കുന്നോ? ഒരു ഇവരാണ് എനിക്ക് കാർഡ് എടുത്ത് തന്നെ കേട്ടോ. ഓക്കെ, എന്താണ് അത് പോകേണ്ടത്? ഏകദേശം ദുബായിലും അബുദാബിയിലൊക്കെ ഉള്ള സെറ്റപ്പ് തന്നെ. കാർഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റും. ബൈ ബസ് യൂസ് ചെയ്യാം. പിന്നെ ക്യാഷ് ഇങ്ങനെ റീചാർജ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എനിക്കിതിൽ എത്രയാണ് ബാലൻസ് ഉണ്ടാവുക അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക, എന്നിട്ട് തീരുമ്പോൾ റീചാർജ് ചെയ്യണേ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുക. നോക്കട്ടെ ഗൈസ്. അപ്പോൾ അതാണ് കേട്ടോ ബസ് സ്റ്റേഷൻ വരുന്നത്. ഇതാണ് ഹോസ്റ്റൽ വരുന്നത്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ, ബസ്സിൽ ചെറിയൊരു എക്സ്പെൻസ് കുറവുണ്ട് കേട്ടോ. അവിടെ 7 കിലോമീറ്ററിന് ഏകദേശം നമ്മുടെ നാട്ടിലൊരു 20 രൂപയൊക്കെ വരുന്നുള്ളൂ. ലോക്കൽ ട്രിപ്പ് ആണെങ്കിൽ, സിറ്റി കൂടെ ആണെങ്കിൽ. നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് എന്തായാലും കോസ്റ്റ് വരും. അത് ഏത് ബസ്സാണെങ്കിലും ടാക്സി ആണെങ്കിലൊക്കെ. ഇന്തോനേഷ്യയിലെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇന്ന് വിസിറ്റ് ചെയ്യല്ലേ ഇവിടെ, എനിക്ക് വേറെ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ താമസിച്ച റൂമും അതുപോലെ ഇതിൻ്റെ സറൗണ്ടിങ്സും ജസ്റ്റ് ഒന്ന് വീഡിയോ രൂപത്തിൽ എടുക്കാനാട്ടോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നലെ താമസിച്ച ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാപ്സ്യൂൾ ടൈപ്പാണ്. ക്യാപ്സ്യൂൾ ടൈപ്പിലുള്ള ഒരു റൂമാണ് എടുത്ത്. അപ്പോൾ എനിക്കതിൽ താമസിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറേ കാലമായിട്ട്. പക്ഷെ നാട്ടിലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പ്രൈസായിരുന്നു. ഇവിടെ ഏകദേശം ഒരു 600 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഒരു 300 അല്ലെങ്കിൽ 400 ഡോമെട്രി എടുക്കേണ്ടി വരും. ഇതും ഒരു തരത്തിൽ ചെറിയൊരു ബെഡ് സ്പേസ് പോലെയാണ്, പക്ഷേ സേഫാണ്, പ്രൈവസി ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കംപ്ലീറ്റ് ഇതാട്ടോ, നമുക്ക് പ്രൊട്ടക്റ്റഡ് ആണ്. നമുക്കൊരു കാർഡ് കിട്ടും. ആ കാർഡ് വെച്ച് മാത്രമേ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റൂ. ഇവിടെ ഒരുപാട് ക്യാപ്സ്യൂൾ വേറെ ഉണ്ട് കേട്ടോ. ഏകദേശം 12 ക്യാപ്സ്യൂൾ ഉണ്ട് ഇവിടെ ഈ റൂമിൽ. എൻ്റെ ക്യാപ്സ്യൂൾ ഇതാ വരുന്നത്.
ബാഗ് ഞാനിപ്പോൾ താഴോട്ട് വെച്ചു കേട്ടോ, കുറച്ചൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതിലാണ് നമ്മൾ താമസിക്കുക. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കാർഡ് ഇവിടെ കൊടുത്താൽ ലൈറ്റ് കിട്ടും, നല്ല അടിപൊളി ലൈറ്റ് കിട്ടും. പിന്നെ അത് ക്ലോസ് ചെയ്യാം. പിന്നെ കണ്ടില്ലേ, സേഫാണ്. ഒരു ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റാം, ഓരോന്നായിട്ട്. എന്താ മാറാത്ത ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് എ സിൻ്റെ കേട്ടോ, ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഓരോന്ന് ഇങ്ങനെ ആയിട്ട് മാറ്റാം. വൈറ്റ് ഇത് ഏകദേശം നാച്ചുറൽ കളറായി കിട്ടുന്നുണ്ട്. ബ്ലൂ തന്നെ ആണെങ്കിൽ നമുക്കെന്തോ പേടിപ്പിക്കുന്നൊരു ഇതാണ് വരിക. പിന്നെ കണ്ണാടി ഉണ്ട്, അല്ല മിറർ ഡെമോ. അപ്പോൾ ഓക്കെ കേട്ടോ, അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റും, കിടന്നുറങ്ങാൻ പറ്റും, ഒരു കുഴപ്പമില്ല. കേട്ടില്ലേ, TV ഉണ്ട് കേട്ടോ. TV-യിൽ ഷോ ഓഫാണ്, ഇതൊന്നുമില്ല. എന്താ പറയുക, നമുക്ക് വേണ്ടപ്പെട്ട ചാനലൊന്നും കിട്ടില്ല, അതാണ് മെയിൻ. പിന്നെ TV അവിടെ ഇത് മൗണ്ട് ചെയ്ത് വെച്ചാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. കണ്ടില്ലേ, TV മൗണ്ട് ചെയ്തല്ല, TV അതിൻ്റെ ഉള്ളിൽ വെച്ചാണ്. അപ്പോൾ ഈ ക്യാമറ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കിടന്നു. പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ ചാർജ് ചെയ്യാനുള്ള സ്ലോട്ട് ഉണ്ട്, അതുപോലെ ഡോർ ലോക്ക് ചെയ്യാനുള്ള സ്ലോട്ട് ഉണ്ട്. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. ഞാൻ അത് വിചാരിച്ചത് കംപ്ലീറ്റ് അങ്ങ് പോയി പോകുന്നതിന്, പക്ഷെ അങ്ങനെയൊന്നുമില്ല. ലൈറ്റ് നമുക്ക് ഓഫ് ചെയ്യാം മൊത്തമായിട്ട്. കണ്ടില്ലേ, ഫുൾ ഓഫ് ആവും, ഓപ്പൺ ആക്കുക, എല്ലാം ചെയ്യാം. സോ എന്തുകൊണ്ടും ഓക്കെ ആട്ടോ, പെർഫെക്റ്റ് ആണ്. ഒരാഗ്രഹം സാധിച്ചു. ജസ്റ്റ് 600 രൂപയുള്ളൂ ഒരു ദിവസത്തേക്ക്. പിന്നെ റെസ്റ്റ് റൂം കാണിച്ചു തരാം, അതും അടിപൊളിയാട്ടോ. നല്ല ചൂടുണ്ടെന്നുള്ളൂ, പക്ഷെ ഓക്കെയാണ്. അയ്യോ കണ്ടില്ലേ, ഒരു മൈനസ് എവിടെ ഇല്ല. ഇത് സ്പേസ് കുറച്ചേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു ബാത്റൂമിൻ്റെ അത്രയും സൈസ് ഉള്ളൂ, പക്ഷേ ഇവിടെ 2 ബാത്റൂമും ഉണ്ട്, അതുപോലെ 2 റെസ്റ്റ് റൂമും ഉണ്ട്. അതുകൊണ്ട് അവർ ചെറിയ സ്ഥലമാണെങ്കിൽ അവർ മാക്സിമം അത് നല്ലോണം വൃത്തിക്ക് യൂസ് ചെയ്തിരിക്കും. ഇനി നമ്മളെ പരിപാടി എന്താ അറിയോ, എനിക്ക് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്. ഞാൻ മലേഷ്യയിൽ നിന്ന് എനിക്ക് തീരെ ചെയ്യാൻ പറ്റില്ല. പിന്നെ കംബോഡിയയിൽ നിന്ന് വലുതായിട്ടൊന്നും ചെയ്തില്ല, കാര്യം ഫുൾ ഇതല്ല, മറ്റേ നമ്മുടെ പള്ളിയിലല്ലായിരുന്നു സ്റ്റേ ചെയ്തൊക്കെ. വിയറ്റ്നാമിൽ നിന്നാണ് കുറച്ചെങ്കിലും ചെയ്ത്, അതിനിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സോ റൂഫ് ടോപ്പിൽ ഇതിന് സൗകര്യം ഉണ്ട് കേട്ടോ. റൂഫ് ടോപ്പിൽ ഞാൻ കാണിച്ചു തരാം. വലിയ വ്യൂ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ വെയിലുള്ള കുറച്ച് ഏരിയ ഉണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഇന്തോനേഷ്യൻ്റെ ഒരു വ്യൂ കിട്ടുമോ? ഇല്ല. ഇവിടെ നോക്കിയാൽ ഞങ്ങൾക്ക് കറക്റ്റ് ഏതാണ്ട് ഡൽഹിയിലൊക്കെ വന്ന പോലത്തെ ഒരു ഫീൽ കിട്ടും. പക്ഷെ അപ്പുറത്തോട് നല്ല ബിൽഡിംഗ് ഉണ്ട് കേട്ടോ, മെയിനായിട്ട് ഗ്ലാസ് ബിൽഡിംഗ്. അതാണ് ഇതിൻ്റെ കണ്ടു പോകില്ല രാവിലെ. ഗ്ലാസ് ബിൽഡിംഗ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ എനിക്ക് ഇത്രയാട്ടോ തിരുമ്പാനുള്ളത്. അപ്പോൾ ഇത് വലിയ അടിപൊളിയാക്കി തിരുമ്പൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സ്മെല്ല് പോകാൻ വേണ്ടി ഒന്ന് നനയ്ക്കുക, സോപ്പിട്ട് കഴുകുക. ഓക്കെ, പിന്നെ അവിടെ കല്ലൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉരച്ച് കഴുകുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതേ ഈ ബാഗിൽ ഇട്ടാനെ കൊണ്ട് ചിലപ്പോൾ നനയും, കുറേ കഴിഞ്ഞാൽ നനയും, എന്നിട്ട് ആ ബാഗിനും കൂടെ കുറച്ച് സ്മെല്ല് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് വെയിലത്ത് വെച്ചാണ്. പിന്നെ ഷൂസ് കണ്ടില്ലേ, പിന്നെ ഷൂസിൻ്റെയൊക്കെ സ്മെല്ല് പറയാൻ പറ്റൂല കേട്ടോ. ചില ടൈമിൽ ഷൂസൊക്കെ സ്മെല്ല് ചെയ്യുകയാണെങ്കിൽ അടുത്തുള്ള ആൾക്കാർ ജസ്റ്റ് എക്സ്പ്രഷൻ കൂടുതൽ ആൾക്കാരും കാണിക്കൂല, പക്ഷേ സ്മെല്ല് വരികയാണെങ്കിൽ ചില ആൾക്കാർ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കാണിച്ചാൽ തന്നെ നമ്മളങ്ങ് ഇല്ലാണ്ടായി പോയി ശരി. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, കാര്യം ഈ ഷോക്സ് എവിടെയെങ്കിലും വെച്ചാലല്ലേ, നമുക്ക് വെയിലത്ത് വെക്കണം കുറച്ചെങ്കിലും, എന്നാലേ ഇതിൻ്റെ ഒരു ഇത് മാറി കിട്ടും. പക്ഷേ അതിന് സമയം കിട്ടാറില്ല കൂടുതലും. നമ്മളിപ്പോൾ എവിടെ പോവാ, ട്രാവലിങ്ങിൽ തന്നെ ആണെങ്കിൽ ആ ഷൂ അങ്ങനെ തന്നെ ഇട്ട് പോകേണ്ടി വരും. പിന്നെ ഇതൊക്കെ തോന്നുന്നു ഏകദേശം. പിന്നെ ഈ ഷോക്സ് അത്യാവശ്യം നല്ല ഷോക്സ് ആട്ടോ. ഞാൻ ഏകദേശം ഒരു 5-6 ദിവസമൊക്കെ ഇട്ടാൽ വലിയ സ്മെല്ല് വരില്ല. അതൊക്കെ ഏകദേശം എനിക്ക് ഒന്ന് 10 ദിവസത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. ഒരു ഷോക്സ് അങ്ങനെ ഇതായിപ്പോയി, എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. ഒന്ന് മിസ്സായി പോയതാണ്, പക്ഷേ ഇത് പിന്നെ ഇത് തന്നെ യൂസ് ചെയ്ത്, അതാണ് ഇങ്ങനെ പ്രശ്നം പറ്റിയത്. നമ്മൾ ഫസ്റ്റ് തിരുമ്പുന്ന സ്ഥലം ഒന്ന് വൃത്തിയാക്കാം കേട്ടോ, കാര്യം ഇവിടെ കുറച്ച് ചളികളുണ്ട്. ഈ സാധനം ഇവിടെ സാധാരണ ഇത് സോപ്പാട്ടോ, ഉണ്ടല്ലേ. തൽക്കാലം നമ്മളിവിടെ ഒന്ന് ആക്കി കൊടുക്കുക, എന്നിട്ട് ഇതിൻ്റെ മുകളിലിട്ട് ഓക്കെ
അപ്പോൾ കുറച്ചൊക്കെ ഞാൻ കൊടുക്കും. ഇനി ദൂരമുണ്ടെന്ന് അറിയോ? മറ്റേ കഷ്ടപ്പാട് മനസ്സിലാകുമ്പോൾ. ഇന്നൊരു പ്രശ്നമുള്ള എന്താ അറിയോ, മാക്സിമം ട്രാവൽ ചെയ്യുന്നേരം ലൈറ്റ് ഡ്രസ്സില്ലേ, ഇതിപ്പോൾ ക്രീം കളറാണ്, ഇങ്ങനത്തെ ഒന്നും കൊണ്ടുവരാണ്ടിരിക്കുക. കാര്യം എന്തായാലും ട്രാവൽ ചെയ്യുന്നേരം നല്ലോണം മുഷിയാണെങ്കിൽ ഇതും കൂടി പിന്നെ രാവിലെ കളർ മാറി കഴിഞ്ഞാൽ പിന്നെ കൂടി പഴയ കളർ തിരിച്ച് കിട്ടിയാലോ, ഭയങ്കര ഇടങ്ങാറാണ്. മാക്സിമം നമ്മൾ ബ്ലാക്ക് ഡ്രസ്സ് അതുപോലെ നൈസ് ക്ലോത്ത് യൂസ് ചെയ്യുക. ഇതിപ്പോൾ കുഴപ്പമില്ല, ഇത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് അലിക്കാൽ ഇതിൻ്റെ കംപ്ലീറ്റ് സ്മെല്ല് ഉണ്ടെങ്കിൽ തന്നെ സ്മെല്ല് പോകും. സ്മെല്ല് സാധാരണ ഉണ്ടാവില്ല. ഇത് ഒരു അംബ്രല ടൈപ്പിലുള്ള അങ്ങനത്തെ ഒരു ക്ലോത്താണ്. ഇപ്പോൾ ഒരാൾ അടുത്ത് വന്നിട്ടാണെങ്കിൽ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാന്ന് മനസ്സിലാവും. പക്ഷേ നമുക്ക് എത്ര കാലമാണെങ്കിലും ഇത് യൂസ് ചെയ്യാം. ട്രാവൽ ചെയ്യുന്നേരം വലിയ കുഴപ്പമില്ല. ട്രാവൽ ചെയ്യുന്നേരം യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇതാണ്. നോർമൽ ഷർട്ട് കേട്ടോ, അത്യാവശ്യം നല്ല വില ഉണ്ട്. ശരി, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ. അപ്പോൾ ഇങ്ങനത്തെ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല. നമുക്ക് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡും കീപ്പ് ചെയ്യുക. അതുപോലെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യുകയും ചെയ്യുക. കുറേ ഡ്രസ്സ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇത് തന്നെ 2-3 കോട്ട് എടുത്താൽ പെട്ടെന്ന് തിരുമ്മിയിട്ട് അപ്പം തന്നെ ഉണങ്ങും. ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവം കേട്ടോ. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര. ഞാൻ പറയുന്നത് മാക്സിമം നിങ്ങൾ പറ്റുമെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ തിരുമ്പുക എന്ന് ഞാൻ പറഞ്ഞാലും കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നൂല. എനിക്കും അത് ചെയ്യാൻ തോന്നൂല. കാര്യം ഓൾറെഡി ഒരു വാഷിംഗ് മെഷീൻ ഉള്ളപ്പോൾ നമ്മളിങ്ങനെയൊക്കെ തിരുമ്പുക എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് നല്ലോണം മടി ഉണ്ടാകും. ആണെങ്കിലേ പിന്നെ ഉണങ്ങാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കഴിഞ്ഞാൽ ഓക്കെ കേട്ടോ. മേസി ചെരുപ്പൊക്കെ തേച്ചെങ്കിൽ കാലം ദൂരെ ആയെന്നറിയാം. പക്ഷെ തേച്ച നല്ല നിറമൊക്കെ കിട്ടും. ഇനി സമയം കിട്ടാറില്ല. അതാണ് ഏറ്റവും വലിയ മൈനസ് പ്രശ്നം. നിങ്ങൾക്ക് പലർക്കും തോന്നുന്നൊരു സംശയിക്കില്ലേ, ഇതാണ് നമ്മൾ റൂമെങ്കിൽ നമ്മൾ അവിടുന്ന് ഡ്രസ്സ് മാറുന്നു, ഇവിടെ തന്നെ മാറുക എല്ലായിടത്തും ഈ സാധനം തന്നെ കേട്ടോ ഇടുന്നത്. എന്തെങ്കിലും അർജന്റീന വിസ കിട്ടോ? ഫിനിഷ്ഡ്. ഇത്രേ പണിയില്ല. അപ്പോൾ എനിക്ക് റൂം കിട്ടി. അതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം കറക്റ്റ് നമ്മുടെ ഒരു കേരളം പോലെ തന്നെ. കാര്യം കുറേ ആൾക്കാർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ഏകദേശം ഒരു കേരളം പോലെ തന്നെയാണ്. എനിക്ക് കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മൾ എന്തൊക്കെ വൃത്തികേട് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇവിടുത്തെ ഉള്ളേരിയയിലും ഉണ്ട്. പക്ഷേ സിറ്റി അടിപൊളിയാണ്. ഇവിടെ അത്യാവശ്യം നല്ല ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അവർ. നമ്മുടെ കൊച്ചിയേക്കാളൊക്കെ എത്രയോ മുകളിൽ വരും. ഇന്നത്തെ വീഡിയോ ഞാൻ ഫുഡ് കഴിച്ചില്ല. അപ്പോൾ തൽക്കാലം എന്തെങ്കിലും ഒരു ഫുഡും കൂടെ കഴിക്കണം, എന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് അടുത്ത എപ്പിസോഡ് രൂപത്തിലിടാം. പിന്നെ ഫുഡ് ഇങ്ങനത്തെ കഴിക്കാൻ നോക്കി തരാൻ ഒരു പിടുത്തം കിട്ടിയില്ല. കാര്യം ഞാൻ ഒന്നും കണ്ടില്ല. ഇവിടെ ബേക്കറിയിൽ കയറി എന്തെങ്കിലും ഉണ്ടോ നോക്കണം, അല്ലെങ്കിൽ ഇവിടെ ചെറിയ തട്ടുകട ഉണ്ടാവും, അവിടെ കയറിയിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടോ നോക്കണം. പക്ഷെ ഇവിടെ എഗ്ഗൊക്കെ കിട്ടും. എഗ്ഗ് ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ എങ്ങനെ പ്രൈസ് എന്നൊക്കെ. അപ്പോൾ ചെറിയൊരു ഷോപ്പ് കണ്ടിക്ക ഇവിടെ. ചെറിയ ഷോപ്പ് എന്ന് വെച്ചാൽ വളരെ ചെറിയ ഷോപ്പ്. നമ്മുടെ നാട്ടിലെ ഒരു തട്ടുകട പോലത്തെ ഷോപ്പാണ്. ഇവിടെ നമുക്ക് നല്ല നാടൻ ചോറല്ല, ഇന്തോനേഷ്യൻ ചോറും കിട്ടും. അതുപോലെ ചെറിയ എന്ന് വെച്ചാൽ എഗ്ഗാണ് ഞാനിതിന് പ്രൈസ്. 10,000 കേട്ടോ. 10,000 എന്ന് വെച്ചാൽ നാട്ടിലെ ഏകദേശം 50 രൂപ വരും. 50 രൂപ ഉള്ളൂ ഒരു നേരത്തെ മീലില്ല കേട്ടോ. ഇത് പകുതി നേരത്തെ മീലേ ഉള്ളൂ. ഞാൻ പിന്നെ ഇവരെ മുമ്പ് എന്നാ പറയാൻ, വൈകുന്നേരം ഞാൻ നല്ലോണം ഒന്ന് കിടന്നുറങ്ങി. രാത്രി ഒന്ന് ഫുഡ് കഴിക്കാൻ വന്ന കേട്ടോ. ഇതെന്ത് ഫുഡാണ് ഈ അറിഞ്ഞൂടെ, പഠിച്ചോന്നറിയാം. പക്ഷെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൊണ്ട് കഴിക്കുന്നുണ്ട്. പിന്നെ നല്ല വിശക്കുന്നുമുണ്ട്. ഇതൊന്നും കഴിച്ചില്ലല്ലോ. കരിച്ചക്കാത്ത സിറ്റിയിലെ ഒരു ബസ് സ്റ്റോപ്പിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 11:52 ആയിട്ടോ. നാട്ടിലെ സമയം 10:22 അപ്പോൾ ഇവിടെ ഏകദേശം 12 മണി ആവാറായിട്ടുണ്ട്. ഇവിടെ സേഫ് അല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. കുറേ ക്രിമിനൽസ് ഒക്കെ ഉണ്ടെന്നാണ്. ബാക്കിയുള്ള കൺട്രീസ് പോലെ അത്ര അല്ല, ഈ നമ്മുടെ ഏരിയ കൂടെ ഇപ്പോൾ മലേഷ്യ പോലെ അത്ര ഒരു ഇതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ എനിക്കൊരു കേട്ടറിവ് മാത്രമാണ്. നമ്മൾ വരുന്ന ഇന്ത്യ എന്നല്ല, നമുക്ക് ബന്ധു പേടിക്കാൻ. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, ഇവിടെ പള്ളിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റും കേട്ടോ. പള്ളിയിൽ കുറേ ആൾക്കാർ സ്റ്റേ ചെയ്യുന്നുണ്ട്. നമ്മളെ അഡ്രസ്സ് കാര്യങ്ങളും പാസ്പോർട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ പള്ളിയിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. ക്യാഷ് കൊടുത്ത റൂം എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുക, ബസ് സ്റ്റോപ്പിലൊക്കെ
കിടന്നുറങ്ങുന്ന കുറേ ആൾക്കാരുണ്ട്. ഇന്തോനേഷ്യ അത്ര വലിയൊരു ഇതൊന്നുമല്ല. പിന്നെ ഫുഡ് എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ. നല്ല ഫുഡ് നാളെ എന്തെങ്കിലും കഴിക്കണം. ഇപ്പോൾ കഴിച്ചാൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഉള്ളത് പറയുകയാണെങ്കിൽ.